ഇവിടെ പ്രവർത്തകരുടെ പ്രതിഷേധമൊക്കെ കണ്ടിരുന്നോ? കണ്ടിരുന്നില്ല, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഞാനൊരു കല്യാണത്തിന് പോയിരുന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഇവിടെ പ്രകടനം ഉണ്ടായിരുന്നു, പടക്കം പൊട്ടിച്ചിരുന്നു എന്നൊക്കെ. ഞാൻ തിരിച്ചു വന്നതിന് ശേഷമാണ് അറിഞ്ഞത്. ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഞാൻ രക്തസാക്ഷി ധനരാജിൻ്റെ മരുമകളുടെ കല്യാണത്തിന് പോയതാണ്. വിളിച്ചിരുന്നോ അവർ? അവർ നേരത്തെ ക്ഷണിച്ചിരുന്നു. ഇന്ന് രാവിലെ ഞാൻ അവരെ വിളിച്ച് എനിക്ക് അസൗകര്യമുണ്ട്, ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ നിർബന്ധമായും വരണം എന്ന അവരുടെ ഒരു സ്നേഹപൂർണ്ണമായ നിർബന്ധത്തിന് വഴങ്ങി പോയതാണ്. അവിടെ ധനരാജിൻ്റെ ഭാര്യയൊക്കെ കണ്ടിരുന്നു? കണ്ടിരുന്നു. ധനരാജിൻ്റെ ഭാര്യയും ഞാനും നിന്നുകൊണ്ടുള്ള ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും, അങ്ങനെ എന്തെങ്കിലും സാഹചര്യം? ഒന്നുമില്ല. കല്യാണ സ്ഥലത്ത് രാഷ്ട്രീയ ചർച്ചയൊന്നും സാധാരണഗതിയിൽ നടക്കില്ലല്ലോ. ഇപ്പോൾ ഈ പ്രവർത്തകരൊക്കെ വീട്ടിന് മുന്നിൽ വെച്ചാണ് പടക്കം പൊട്ടിച്ച് അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. എന്തെങ്കിലും ഭയമുണ്ടോ? ഒരു ഭയവുമില്ല. അത് ഞാൻ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭയവുമില്ല. പക്ഷേ പടക്കം പൊട്ടിച്ചവർ ഈ 400-ലേറെ പാർട്ടി മെമ്പർമാരുള്ള ഒരു ലോക്കലാണ് ഈ വെള്ളൂർ നോർത്ത് ലോക്കൽ. ഈ വെള്ളൂർ വില്ലേജിൽ തന്നെ 2 ലോക്കലുണ്ട്. ഏതാണ്ട് 1000-ലധികം പാർട്ടി മെമ്പർമാരുണ്ട്. ഇവിടെ ഏതാണ്ട് 400-ൽ മേലെ 500-ഓളം പാർട്ടി മെമ്പർമാരുള്ളിടത്ത് 12 ആളാണ് ആ പ്രകടനത്തിലുണ്ടായത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ വിഷ്വൽസ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭയം തീരെയില്ല? ഒരു ഭയവുമില്ല. ഏതായാലും അങ്ങനെ തന്നെയാണ്. ഭയക്കേണ്ട സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. അല്പസമയം മുൻപാണ് CPM പ്രവർത്തകർ പ്രതിഷേധമായി കുഞ്ഞികൃഷ്ണൻ്റെ വീട്ടിന് മുന്നിലേക്ക് എത്തിയത്. അദ്ദേഹം ആ സമയം ഇവിടെ ഇല്ലായിരുന്നു. രക്തസാക്ഷിയായ ധനരാജിൻ്റെ ബന്ധുവിൻ്റെ കല്യാണത്തിന് പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ വെച്ച് ധനരാജിൻ്റെ ബന്ധുക്കളുമൊക്കെയായി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നും കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ പറയുകയാണ്. ഭയം അശേഷമില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവശിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.